അപ്പോൾ വീഡിയോ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിരിക്കും അല്ലേ? അതെ, എൻ്റെ ഗാലറിയിൽ കുറേ കാലമായിട്ടുണ്ടായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. എടുത്തു വെച്ചിട്ട് കുറച്ചധികം കാലമായി. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ ഫ്രണ്ട് മുത്തപ്പനെ പറ്റി ചോദിച്ചു കേട്ടോ. എൻ്റെ റീല് കണ്ടിട്ട്, നമ്മൾ പറശ്ശിനിക്കടവിൻ്റെ റീലില്ലേ, അത് കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് മുത്തപ്പനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ നടുവിലാണ് എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് ഞാൻ കുറച്ച് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് ഞാൻ ഒരിക്കൽ നാട്ടിൽ പോയ ടൈം എൻ്റെ കുടുംബത്തിൻ്റെ വക മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ. ഒറ്റത്തെങ്ങ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം എന്നാണ് പറയുക ആ ക്ഷേത്രത്തിൻ്റെ പേര് കേട്ടോ. അവിടെ ഉണ്ടായ മുത്തപ്പൻ വെള്ളാട്ടത്തിൻ്റെ വീഡിയോ ആണ് ഇത്. അപ്പം നമുക്ക് വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ എല്ലാവർക്കും അന്നൂസ് കിഡോ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ചധികം കാലം തന്നെ ആയി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നേ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു വീഡിയോ ഉണ്ടായത്. അപ്പോൾ ഇതിനിടെ ഞാൻ ആ റീലിട്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് മുത്തപ്പനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോഴാണ് അവൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുത്തപ്പൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ ഫോണിൽ തപ്പുമ്പോഴായിരുന്നു എനിക്ക് ഈ വീഡിയോ കിട്ടിയിട്ടുണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു അവൾക്ക് മുത്തപ്പൻ്റെ വീഡിയോ അടക്കം തന്നെ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കാമെന്ന്. സത്യം പറഞ്ഞാൽ മുത്തപ്പൻ തുടങ്ങുന്നതിന് മുമ്പേ എത്തണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ചോട്ടാസിനെയൊക്കെ റെഡിയായിട്ട് കൊണ്ടുവരുമ്പോഴേക്കും ഞാൻ മാത്രം ലേറ്റായി പോയി കേട്ടോ. മലയിറക്കത്തിൻ്റെ ടൈമൊക്കെ എൻ്റെ ഡാഡിയും ബ്രദറും ഹസ്ബൻഡും ഒക്കെ ആയിരുന്നു പോയിട്ടുണ്ടായത്. ഞാൻ എത്തുമ്പോഴേക്ക് ആക്ച്വലി മുത്തപ്പൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വെള്ളാട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ്, അതായത് ഞാൻ എൻ്റെ ഫോണിൽ എടുത്ത് വെച്ച കുറച്ച് വീഡിയോസ് നമ്മളെ നാട്ടിലെ മുത്തപ്പൻ്റെ ആചാരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇത് അധികം ആൾക്കും അറിയാം എങ്ങനെയാണ്, നമ്മളെ കണ്ണൂരുകാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ പുറമേ ഉള്ള കുറേ ആൾക്ക് മുത്തപ്പൻ്റെ ഒന്നും അറിയില്ല കേട്ടോ. അവർക്ക് വളരെ കൗതുകമുള്ള കാര്യങ്ങളും മുത്തപ്പൻ്റെ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ആണ് ഈ വീഡിയോ.
അതുപോലെ മുത്തപ്പന ശിവൻ്റെ ഒരു അവതാരമായിട്ടാണ് കേട്ടോ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ തിരുവപ്പന മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുമാണ് കാണുന്നത്. 7 കടൽ കടന്നെത്തുന്ന വിശ്വാസം മുത്തപ്പൻ്റെ. അതായത് നമ്മൾ അങ്ങനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മുത്തപ്പ എന്നൊരു വിളി വിളിച്ചാൽ അത് എത്ര ദൂരെ നിന്നാണെങ്കിലും നമ്മളെ കൈ പിടിച്ച് നമ്മളെ കൂടെ ഉണ്ടെന്നാണ് കേട്ടോ വിശ്വാസം. ഇത് ഒരു വിശ്വാസം മാത്രമല്ല, അതാണ് സത്യം. എനിക്ക് ഒരു കണ്ണൂരുകാരി ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല, എനിക്ക് ഭയങ്കര അധികം വിശ്വാസം കേട്ടോ എൻ്റെ മുത്തപ്പനെ. നമ്മളെ കണ്ണൂർക്കാർക്ക് എന്താ പറയുക, ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് നമ്മളെ മുത്തപ്പൻ എന്ന് വേണ്ടിയിട്ട് പറയാം. എൻ്റെ രണ്ടാമത്തെ ആൾ ആദ്യമായിട്ടാട്ടോ മുത്തപ്പനെ കാണുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഈ മുത്തപ്പൻ്റെ വീഡിയോ ഞാൻ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്തത് മൊത്തത്തിൽ എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് വളരെയധികം ഇപ്പം തന്നെ കൂടുതലാണ്. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കട്ടൊക്കെ ചെയ്തിട്ട് കാണേണ്ട നൃത്തവും ഇതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ഇത്തിരി ചെയ്തിട്ടുണ്ട്. കാരണം എന്നാലും നിങ്ങൾക്ക് എല്ലാം കാണാനും പറ്റും, എന്നാൽ അത്ര ലാഗും ഉണ്ടാവില്ല, ലോങ്ങും ആയിരിക്കില്ല എന്നുള്ള രീതിയിൽ ഞാൻ വെച്ചത് കേട്ടോ ഈ വീഡിയോ. പിന്നെ മുത്തപ്പനെ പറ്റി പറയുന്ന പ്രധാനമായൊരു കാര്യം എന്ന് പറയുന്നത് ഏത് അപകടത്തിൽ നിന്നും കൈ പിടിച്ച് നമ്മളെ രക്ഷിക്കുന്നതാണ് കേട്ടോ വിശ്വാസമല്ല, സത്യം തന്നെയാണത്. അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ആരോഗ്യവും നിലനിർത്താൻ മുത്തപ്പനെ പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമെന്നാണ് പറയുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ നമുക്ക് പോയി തൊഴാനും പ്രാർത്ഥിക്കാനും പറ്റുന്ന സ്ഥലമാണ് മുത്തപ്പ സന്നിധാനം.
മുത്തപ്പൻ്റെ പ്രസാദം വളരെ പ്രത്യേകതകളുള്ളതാണ് കേട്ടോ. മറ്റ് പല ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് മുത്തപ്പൻ്റെ പ്രസാദം. എങ്ങനെയാണെന്നല്ലേ? കടലയും അവിയലും പിന്നെ കൊത്തുതേങ്ങയും അതിനോടൊപ്പം പഴവും ഒക്കെ വെക്കാറുണ്ട് കേട്ടോ. അതായത് നൽകാറുണ്ട് മുത്തപ്പൻ്റെ പ്രസാദമായി. അതുപോലെ ചില സ്ഥലങ്ങളിൽ മത്സ്യം, അതായത് ഉണക്കമീനും അതുപോലെ കള്ളും കൂടി സമർപ്പിക്കാറുണ്ട്. അതുപോലെ ഒരു കാര്യം ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. മദ്യവും മത്സ്യവും ഒന്നും എല്ലാ ക്ഷേത്രങ്ങളിലും ഭക്തർക്ക് പ്രസാദമായി ഒന്നും നൽകാറില്ല. അത് ചില പരമ്പരയുടെ ഭാഗമായിട്ട് മുത്തപ്പന് നേദിക്കുന്ന കാണിക്ക, അതായത് നൽകുന്ന എന്താ പറയുക, പ്രാർത്ഥനയായിട്ടാണ് നൽകാറ്. അത് എല്ലായിടെയും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ചില ക്ഷേത്രങ്ങളിലുണ്ട്, പക്ഷെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല കേട്ടോ. എങ്ങനെ പറയാ മുത്തപ്പൻ്റെ ചക്കരിക്കാത്തും പറ്റും പടിഞ്ഞാറ് മുത്തം പറയാ ഭേദമായിട്ട് നമ്മുടെ പ്രസ്ഥാനം ഭേദമായിട്ട് ലാസ്റ്റ് ഉണ്ടെങ്കിൽ മാസത്തിനോളം വിശ്വാസത്തിൽ ആവട്ടെ പറയാ മുത്തപ്പൻ പറയാ കടയക്കാരന്മാരെയോ മുതലേ മുത്തപ്പൻ്റെ വാഹനം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നായയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം മുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ നായകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് പറശ്ശിനിയിൽ പോയതാണെങ്കിൽ അവിടെ അമ്പലത്തിൻ്റെ അകത്ത് വരെ നായേനെ കയറ്റാൻ പറ്റും കേട്ടോ.
പറയാൻ പോകുന്നത് എനിക്കറിയുന്ന ഒരു മുത്തപ്പൻ്റെ കഥയാണ് കേട്ടോ. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, എന്നെ തിരുത്താനും മറക്കരുത്. വളരെ പണ്ട് അയ്യങ്ങര ഇല്ലാത്തൊരു ദമ്പതികൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അവർ വലിയ ശിവഭക്തരായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ടും വർഷങ്ങളോളം കുട്ടികളില്ലാണ്ട് ആ ഒരു വിഷമത്തിലായിരുന്നു അവർ രണ്ടുപേരും ഉണ്ടായത്. ഒരിക്കൽ അന്തർജനം ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ സാക്ഷാൽ മഹാദേവനെയായിരുന്നു കണ്ടിട്ടുണ്ടായത്. പിറ്റേ ദിവസം അന്തർജനവും കൂട്ടുകാരികളും നീരാടിയിട്ട് തിരിച്ചു വരുമ്പോൾ കാട്ടിൽ നിന്നൊരു കരച്ചിൽ കേട്ടു. അവർ തമ്മാമിൽ സംസാരിക്കാൻ തുടങ്ങി. ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെയാണ് അവർക്കത് കേട്ടപ്പോൾ തോന്നിയത്. അവർ ഉടനെ തന്നെ ആ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് പോയി നോക്കി. അപ്പോൾ അവിടെ കല്ലിൻ്റെ മേലെ ഒരു ചെറിയ ഉണ്ണി കിടന്ന് കരയാണ്. അന്തർജനം ആ കുഞ്ഞിനെ സ്നേഹത്തോടെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ ദമ്പതികൾ ആ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ സ്നേഹവും വാത്സല്യവും കൊടുത്തു വളർത്തി. വലുതായപ്പോൾ അവൻ വേദങ്ങളും പുരാണങ്ങളും എല്ലാം പഠിച്ചു. എന്നാൽ മറ്റു കുട്ടികളെ പോലെ അല്ലായിരുന്നു ആ ഉണ്ണി. അവന് കാടുകളിൽ പോയി കളിക്കാനും നായാടാനും ഒക്കെയായിരുന്നു കൂടുതൽ ഇഷ്ടം. പട്ടികൾ അഥവാ നായ്ക്കളായിരുന്നു അവൻ്റെ കൂട്ടുകാർ. എപ്പോഴും അവൻ്റെ കൂടെ നായ്ക്കളെ കാണാമായിരുന്നു. കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ പാവങ്ങളായ ആൾക്കാർക്ക് നൽകുകയും അതേപോലെ ആദിവാസികളായ ആൾക്കാർക്ക് നൽകുകയും അവരുടെ ശീലങ്ങളും അവരുടെ രീതിയിലുമൊക്കെ ജീവിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു. ഇതൊന്നും ഉണ്ണിയുടെ വീട്ടുകാർക്ക് അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമിച്ചിരുന്നു. ഒരു നാൾ ദേഷ്യത്തോടെ വീട്ടുകാർ ഈ കാര്യങ്ങളൊക്കെ തടഞ്ഞപ്പോൾ ശരിയായ തൻ്റെ വിശ്വരൂപം ആ ഉണ്ണി ആ വീട്ടുകാർക്ക് കാട്ടിക്കൊടുത്തു. അപ്പോൾ ആ ദമ്പതികൾക്ക് തിരിച്ചറിവുണ്ടായി. തങ്ങൾ ഇത്രയും കാലം സ്വന്തം മോനായി വളർത്തിക്കൊണ്ടു വന്നത് സാക്ഷാൽ ഭഗവാനെ തന്നെയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ആ ദൈവം ആ ഉണ്ണി വീട് വിട്ടിറങ്ങിയപ്പോൾ വേർപാടിൻ്റെ വേദനയും ദുഃഖവും കൊണ്ട് ഉണ്ണി നോക്കുന്ന എല്ലാ സ്ഥലങ്ങളും കത്തി എരിയാൻ തുടങ്ങി. ഇത് കണ്ട അമ്മ ഭയം കൊണ്ട് ഉണ്ണിയോട് പറഞ്ഞു, നീ നടക്കുന്ന വഴികളൊന്നും നശിപ്പിക്കരുത് എന്ന്. അതിനായി അമ്മ എന്താ ചെയ്തതെന്നറിയോ? ആ ഉണ്ണീൻ്റെ കണ്ണുകളിലെ തീ മറക്കാൻ വേണ്ടി, ആർക്കും ഒരു ആപത്തും ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടി ആ അമ്മ പൊയ്ക്കണ്ണ് വെച്ച് കെട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത് ഭഗവാന്റെ കണ്ണിന്. അങ്ങനെ ഇല്ലത്തുനിന്ന് ഉണ്ണി യാത്ര തുടങ്ങി. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അങ്ങനെ ആ യാത്രയിൽ മനോഹരമായൊരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരുപാട് അദ്ദേഹത്തിന് ഇഷ്ടമായി. ആ ഭഗവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? കുന്നത്തൂർ പാടിയായിരുന്നു കേട്ടോ അത്. അങ്ങനെ കുന്നത്തൂർ പാടീൻ്റെ മലമുകളിൽ നിന്നായിരുന്നു ആദ്യമായി അദ്ദേഹം കള്ള് രുചിച്ചത്. കള്ള് ചെത്തുകാരനായ ചന്ദന് മനസ്സിലായി തൻ്റെ കള്ള് ആരോ മോഷ്ടിച്ച് കുടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ മോഷ്ടിച്ച് കുടിച്ച ആളെ അമ്പ് ചെയ്തിട്ട് വീഴ്ത്താമെന്ന് കരുതിയിട്ട് അമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അമ്പ് ചെയ്തു വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന്, അതായത് ചന്ദൻ പെട്ടെന്ന് ബോധരഹിതനായിട്ട് താഴെ വീണു. സമയം കഴിഞ്ഞിട്ടും ചന്ദൻ വീട്ടിലെത്താത്തത് കാരണം ചന്ദൻ്റെ ഭാര്യ അന്വേഷിച്ച് കാട്ടിലേക്ക് ഇറങ്ങി. കാട്ടിലെത്തിയപ്പോൾ ബോധരഹിതനായി കിടക്കുന്ന ചന്ദനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് സമീപത്തൊക്കെ നോക്കിയപ്പോൾ വൃദ്ധനായ ഒരാൾ അവിടെ നിൽക്കുന്നത് കണ്ടു. അദ്ദേഹത്തോട് കരഞ്ഞുകൊണ്ട്, മുത്തപ്പ, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു. അന്നായിരുന്നു ആദ്യമായിട്ട് മുത്തപ്പ എന്നുള്ള പേര് ഉണ്ണിക്ക് വീണത്. ഉണ്ണിയല്ലായിരുന്നു, അപ്പോഴേക്ക് കാലങ്ങൾ മാറി വൃദ്ധനായിരുന്നു ഭഗവാൻ. അങ്ങനെ അവരുടെ ഭക്തിയിൽ പ്രസന്നനായ ഭഗവാൻ ചന്ദന് ജീവൻ തിരിച്ചു കൊടുത്തു. അന്ന് മുതൽ മുത്തപ്പനെ സേവിക്കാൻ വേണ്ടി ചന്ദൻ തീരുമാനിച്ചു. അതിനോടൊപ്പം തന്നെ മുത്തപ്പന് നിവേദ്യമായിട്ട് കടലയും പയറും തേങ്ങാക്കൊത്തും ഉണക്കമീനും അതിനോടൊപ്പം കള്ളും മുത്തപ്പന് സമർപ്പിച്ചു. ഇന്ന് മടപ്പുരകളിൽ അർപ്പിക്കുന്ന നേർച്ചകൾ ആ ഭക്തിയുടെ സമർപ്പണമാണ് എന്നാണ് വിശ്വാസം. അങ്ങനെ ചന്ദൻ്റെയും ഭാര്യയുടെയും നിർബന്ധവും ഭക്തിയും കാരണം മുത്തപ്പൻ ഒരുപാട് നാൾ അവിടെ തന്നെ താമസമായി എന്നാണ് പറയപ്പെടുന്നത്. ആ സ്ഥലമാണ് പിന്നീട് കുന്നത്തൂർ പാടി എന്ന പേരിൽ അറിയപ്പെട്ടത്.
അങ്ങനെ വർഷങ്ങൾ കുന്നത്തൂർ പാടിയിൽ നിന്നതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ ദൈവിക ഉദ്ദേശം നടത്താനുള്ള സമയമായി. അതിനുവേണ്ടി ഉടനെ തന്നെ ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് മുത്തപ്പൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു അമ്പ് എടുത്തിട്ട് നെയ്തു. ആ അമ്പ് പോയി പതിച്ചത് പറശ്ശിനിക്കടവിലായിരുന്നു, നമ്മളെ പറശ്ശിനിയിൽ. അവിടത്തേക്ക് മുത്തപ്പൻ മറ്റൊരാളെ കൂടി കൂടെ കൂട്ടി. അവിടെ വലിയ മുത്തപ്പനായും ചെറിയ മുത്തപ്പനായും കുടിയിരുന്നു. അതായത് മഹാവിഷ്ണുവും ശിവനുമായി. പിൽക്കാലത്ത് മുത്തപ്പനും തിരുവപ്പനുമായി അറിയപ്പെട്ടു. ഇന്നും ഭക്തരുടെ ഇടയിൽ ജീവിക്കുന്ന ദൈവമായിട്ടാണ് മുത്തപ്പനെ സങ്കല്പിക്കുന്നത്. എനിക്കറിയുന്ന ഒരു ചെറിയ കഥയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, എന്നെ തിരുത്താനും മറക്കണ്ട. അതുപോലെ നമ്മളെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്നൂസ് കിച്ചൺ സ്റ്റോറീസ് എന്നുള്ളത് മാറിയിട്ട് അന്നൂസ് കിഡു സ്റ്റോറീസ് എന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു എന്ന്. പേരിലൊരു ചെറിയ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. ചാനൽ പഴയ ചാനൽ തന്നെയാണ്, ഞാനും പഴയ ഞാൻ തന്നെയാണ് കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞു തന്ന മുത്തപ്പൻ കഥ നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ അതിനെ പറ്റിയിട്ടും കമൻറ്റിൽ പറയണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. എന്നാലല്ലേ നമുക്ക് എപ്പോഴും വീഡിയോസൊക്കെ ഇടുമ്പോൾ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. പറഞ്ഞിതാ മുത്തപ്പൻ ഇരുന്നു കേട്ടോ. മുത്തപ്പൻ ഇരുന്നു എന്ന് പറഞ്ഞത് ആ ഒരു ടൈമാണ് ഭക്തന്മാരുമായിട്ട് മുത്തപ്പൻ വർത്താനം പറയുക. അപ്പം നമ്മൾ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ട് ഇതാ മുത്തപ്പന് പൈസ കൊടുക്കാനുള്ള ലൈനാണ് കാണുന്നത് കേട്ടോ. മുത്തപ്പന് പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് മുത്തപ്പനോട് നമ്മളെ സങ്കടങ്ങളും സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മുത്തപ്പൻ അതിനുള്ള ഒരു ആശ്വാസവാക്കും സമാധാനിപ്പിക്കലും മുത്തപ്പൻ കൂടിയില്ലേ എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ അന്നേരം നമുക്ക് കേൾക്കാം കേട്ടോ. അതേ സമയത്ത് തന്നെ അന്നപ്രസാദവും അവിടെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഉള്ളിലത്തെ വിളക്കാണ് കേട്ടോ. വീട്ടിലാണെങ്കിൽ വീട്ടിൻ്റെ അകത്ത് ഇതേപോലെ വിളക്ക് കത്തിച്ച് മുത്തപ്പൻ വീട്ടിൽ കയറിയതിന് ശേഷമാണ് വീട്ടുകാരൊക്കെ പൈസ കൊടുക്കാനും മുത്തപ്പനോട് സംസാരിക്കാനും ഒക്കെ നിൽക്കുക. ഇത് ക്ഷേത്രത്തിലായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ പൈസ കൊടുക്കാനും ഇതാക്കാനും നിൽക്കുക ചെയ്യുക കേട്ടോ, പുറത്തുനിന്ന് തന്നെ. അതേ സമയത്ത് നല്ല മഴക്കോളുണ്ട് കേട്ടോ, നല്ല ഇടിയും മിന്നലും അടിക്കുന്നുണ്ടായിരുന്നു പുറത്ത്. മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവരും കൊടുത്തതിന് ശേഷം ഇതാ നമ്മളും ഇതാ പൈസ കൊടുക്കാൻ നിൽക്കുക കേട്ടോ മുത്തപ്പന്.
ആവത്രം നാട്ടിനകത്ത് കൂടുന്ന കുറെ കൊന്നും പഠിക്കും. അത് മതി കുറച്ച് കാലത്ത് ആരും ചിന്തിക്കുന്ന സമയത്ത് മാറി ചിന്തിക്കും. കൃഷ്ണനോട് മുത്തപ്പൻ സംസാരിച്ചതിന് ശേഷം ഇതാ ചെറിയ ആൾ മുത്തപ്പന് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ ആശാൻ കയ്യും പിടിക്കാൻ വിടുന്നില്ല, മുത്തപ്പൻ്റെ അടുക്ക പോകുന്നും ഉണ്ടായിരുന്നില്ല, വികൃതി കളിക്കുകയായിരുന്നു അവിടുന്ന്. എണ്ണ കത്തുന്ന ആളെ ചൂടുന്നതിന്റെ കുഴപ്പമല്ലേ? നടക്കട്ടെ. തന്നെ കൂടെ നിന്ന് കാത്തു നോക്കി കിട്ടുക ഈശ്വരത്തിൽ നിറക്കേട് വിരച്ച് പാടുവരച്ച് അത് ബന്ധുവായിട്ട് കൂടെ ഉണ്ട് ക്രമങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇനിയാണ് മുത്തപ്പൻ അകത്തേത്തെ വിളക്ക് കാണാൻ വരുന്ന ചടങ്ങ്. വീട്ടിലായിരുന്നെങ്കിൽ ആ ഒരു ടൈം മുത്തപ്പൻ വീട്ടിലേക്ക് കയറുക കേട്ടോ ചെയ്യുക, വീട്ടിൻ്റെ അകത്തേക്ക്. അധികമില്ലാതെ വേണ്ടാതെ ആദ്യമൊന്നും വേണ്ട വേണ്ടാതെ ആദ്യമോ വയോ വേണ്ട അതൊക്കെ ആദ്യമോ വയോ ഇല്ലാതെ നമുക്ക് കൊണ്ട് കിടക്കേണ്ട കിടക്കുന്ന
മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുത്തപ്പൻ്റെ മുടി അയച്ചതിന് ശേഷം ആ മുടി നമ്മൾ വീട്ടിൻ്റെ ഒരു കോണിലേക്ക് കെട്ടിത്തൂക്കും, അതായത് കെട്ടിയിടും. കണ്ണൂർ ഭാഷയിലാട്ടോ അങ്ങനെ പറയുക. അപ്പോൾ ആ മുടി പിന്നെ നെക്സ്റ്റ് മുത്തപ്പൻ നടത്തില്ലേ വീട്ടിൽ, ആ മുത്തപ്പൻ്റെ മുടി കെട്ടുമ്പോഴേ മറ്റേ മുടി അയച്ചു മാറ്റുള്ളൂ. ക്ഷേത്രങ്ങളിൽ പക്ഷേ കുറച്ച് വ്യത്യാസമാണ്. 4 കോണറിലായിട്ട് കെട്ടിത്തൂക്കുക ചെയ്യുക. അങ്ങനെ ഓരോ ടൈം പുതിയ മുടി വരുമ്പം അടുത്ത മുടി മാറ്റിയിട്ട് അങ്ങനെ കെട്ടുക ചെയ്യുക. ഏകദേശം ഇപ്പോൾ മുത്തപ്പൻ്റെ മുടി അയക്കാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ അതിന് മുമ്പെയാണ് വാദ്യങ്ങൾക്കും പിന്നെ അവിടെയുള്ള എല്ലാവർക്കും മുത്തപ്പൻ തലയിൽ നിന്ന് പൂ പറിച്ചിട്ട് കൊടുക്കുക.
അതുപോലെ മുത്തപ്പൻ മുടി അയക്കുന്ന സമയത്ത് മഴ പെയ്യുന്നത് നല്ല ലക്ഷണമെന്നാണ് കേട്ടോ കേട്ടിട്ടുള്ളത്. മുത്തപ്പൻ്റെ മുടി അയക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു, അടിപൊളിയായിട്ട്. നമ്മളെ ഈ മുത്തപ്പൻ കെട്ടിയ അവരുടെ പേരെന്താണെന്നറിയോ? ജയാനന്ദൻ പെരുവണ്ണാൻ. നമ്മളെ വീട്ടിലധികം ജയങ്ങൾ തന്നെയാണ് കേട്ടോ മുത്തപ്പൻ കെട്ടാറ്. എല്ലാവർക്കും ജയങ്ങൾ കെട്ടുന്ന മുത്തപ്പനെ ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ മുത്തപ്പൻ്റെ മുടി അയച്ചു. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇത് എൻ്റെ നാട്ടിലെ, എൻ്റെ കാവിലെ, അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മുത്തപ്പൻ കാവിലെ ഒരു മുത്തപ്പൻ്റെ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടായിരുന്നു എന്ന്. എനിക്കറിയുന്ന ഐതിഹ്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ, ദിസ് ഈസ് മീ അന്നു സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ.